റെയിൽവേയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഗേജുകളും ടൈപ്പ് ഓഫ് റെയിൽസുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഗേജുകളാണ് നോക്കുന്നത്. ഗേജിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ റെയിലുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പാരലായിട്ട് രണ്ട് റെയിലുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ റെയിലുകൾ ഹൈ കാർബൺ സ്റ്റീൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അവ സ്ലീപ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ വീലുകൾ ട്രെയിൻ വീലുകളുടെ ഫ്ലെയിഞ്ചുകൾ റെയിലിൻ്റെ ടോപ്പിലൂടെയാണ് പോകുന്നത്. റെയിലുകൾക്ക് പ്രധാനമായി 3 ഭാഗങ്ങളാണ് ഉള്ളത്: ഹെഡ്, വെബ് ആൻഡ് ഫൂട്ട്. അതായത് ഹെഡിനെയും ഫൂട്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു വെബ് ഉണ്ടായിരിക്കും, അതായത് ഐ സെക്ഷൻ മോഡൽ. ഫ്ലെയിഞ്ചുകൾ ഹെഡിലൂടെയാണ് പോകുന്നില്ല, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ ആ രണ്ട് റെയിലുകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, 2 റെയിലുകളുണ്ട്. ആ 2 റെയിലിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ബ്ലൂ മാർക്ക് ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്നർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ആ ഇന്നർ ഡിസ്റ്റൻസിനെ എന്ത് വിളിക്കുന്നത്, ഗേജ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ റെയിൽ ഹെഡിലൂടെ കൂട്ടുമുട്ടുന്ന ഭാഗം, അതായത് വീലുകളുടെ ഫ്ലെയിഞ്ചും റെയിൽ ഹെഡുമായിട്ട് കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗം റണ്ണിങ് ഫേസ് എന്ന് കൂടി പറയാറുണ്ട്. പ്രധാനമായും 4 തരത്തിലുള്ള ഗേജുകളാണ് ഉള്ളത്: നാരോ ഗേജ്, മീറ്റർ ഗേജ്, സ്റ്റാൻഡേർഡ് ഗേജ് ആൻഡ് ബ്രോഡ് ഗേജ് എന്നിങ്ങനെ. പക്ഷേ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബ്രോഡ് ഗേജുകളാണ്. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ 4 ഡിഫറെൻറ്റ് ഗേജുകൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറുതായിട്ട് നമ്മൾ നോക്കുകയാണ്. അതേപോലെ നമ്മൾ ഗേജുകൾ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ട്രാഫിക്, പിന്നെ നേച്ചർ ഓഫ് കൺട്രി, രാജ്യത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ സ്പീഡ് ഓഫ് ട്രെയിൻ, നമ്മൾ ABCD അങ്ങനെ കാറ്റഗറീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീഡിനനുസരിച്ച്. ഇതും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗേജുകൾ നമ്മൾ നോക്കുന്നത്. ഇനി ഈ 4 ഗേജുകളുടെയും ഡിസ്റ്റൻസ് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നാരോ ഗേജിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കില്ല ബ്രോഡ് ഗേജിന് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം നാരോ ഗേജ് എന്താണെന്ന് നോക്കാം. നാരോ ഗേജിനെ ഫീഡർ ട്രാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഗേജ് എന്ന് കൂടി പറയാറുണ്ട്. ഇതിൻ്റെ ഇന്നർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 610 mm ആണ്, അതായത് 0.610 മീറ്ററാണ് വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് നാരോ ഗേജ് ആണ്. പക്ഷേ ഇതിൻ്റെ 2 ഡിസ്റ്റൻസ്, നമ്മൾ ആദ്യം പറഞ്ഞ ഡിസ്റ്റൻസും നാരോ ഗേജിൻ്റെ ഡിസ്റ്റൻസും ഈ നാരോ ഗേജിൻ്റെ ഡിസ്റ്റൻസും രണ്ടും 2ആണ്. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 762 mm ആണ്, അതായത് 0.762 മീറ്ററാണ് ഇതിൻ്റെ ഇന്നർ ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഗേജുകൾ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് ഹില്ലി ഏരിയകളിലാണ്, അതായത് മലമുകളുടെ ആ ഒരു സൈഡിലാണ് നമ്മൾ ഈ തരത്തിലുള്ള നാരോ ഗേജ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ തിന്നി പോപ്പുലേറ്റഡ് ഏരിയയിലും നമ്മൾ ഉപയോഗിച്ച് വരുന്നു. ഇനി മൂന്നാമതായിട്ട് വരുന്നത് മീറ്റർ ഗേജുകൾ. ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് 1 മീറ്ററാണ്, 1000 mm ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അഹമ്മദാബാദ്, ഉദയ്പൂർ എന്നിവിടങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലുപയോഗിക്കുന്ന മാക്സിമം സ്പീഡ് 80 km/h ആണ്. ഇനി നാലാമത് വരുന്നത് സ്റ്റാൻഡേർഡ് ഗേജുകൾ. ഇതിൻ്റെ ഡിസ്റ്റൻസ് 1435 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് 1.435 മീറ്ററാണ് ഇതിൻ്റെ ഗേജ് ഡിസ്റ്റൻസ് വരുന്നത്. മെട്രോയിലാണ് ഇത് പ്രധാനമായി യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നോക്കുക, സ്റ്റാൻഡേർഡ് ഗേജുകൾ യൂസ് ചെയ്യുന്നത് മെട്രോയിലാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ബ്രോഡ് ഗേജുകളാണ്. ഇതിൻ്റെ ഗേജ് ഡിസ്റ്റൻസ് വരുന്നത് 1676 mm ആണ്, മില്ലിമീറ്ററാണ് ഇതിന് വരുന്നത്, അതായത് 1.676 മീറ്ററാണ്.
96 മുതൽ 120 km/h ആണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൽ യൂസ് ചെയ്യുന്ന മാക്സിമം സ്പീഡാണ് 96 മുതൽ 170 km/h. ഇതാണ് ഏറ്റവും വലിയ ഗേജുകൾ. ബ്രോഡ് ഗേജാണ് ഏറ്റവും വലിയ ഗേജുകൾ. അതേപോലെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഗേജാണിത് ബ്രോഡ് ഗേജുകൾ. നാരോ ഗേജ്. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ തന്നെ നാരോ എന്ന വേർഡിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ മീനിങ് അല്ല, ഇടുങ്ങിയ എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഇതൊരു ഇടുങ്ങിയ റെയിൽ ഗേജ് ആണ്. ഇതിൻ്റെ സൈസ് നമ്മൾ പറഞ്ഞു 0.61 മീറ്റർ ആണ് ഇതിൻ്റെ സൈസ്. സ്റ്റാൻഡേർഡ് ഗേജിനേക്കാളും ചെറുതാണ് ഇവ. ഇത് സാധാരണയായി നിർമ്മിക്കുന്നത് ടൈറ്റർ കർവ്, അതായത് നല്ല രീതിയിലുള്ള വളവുകൾ, ചെറിയ സ്ട്രക്ചർ ഗേജുകൾ, ടൈറ്റ് റെയിൽസ് എന്നിവയിലൊക്കെയാണ്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ബ്രോഡ് ഗേജ് റെയിൽവേകളെക്കാൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും നാരോ ഗേജിന് വളരെ ചിലവ് കുറവാണ്. അതായത് പർവ്വതങ്ങൾ, ബുദ്ധിമുട്ടുള്ള ഭൂപ്രദേശങ്ങൾ എന്നിവയിൽ ബ്രോഡ് ഗേജിനേക്കാൾ പെട്ടെന്ന് നാരോ ഗേജുകൾ കൺസ്ട്രക്ട് ചെയ്യുവാൻ സാധിക്കും. ഇത് പലപ്പോഴും വ്യവസായങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും വേണ്ടിയുള്ളതാണ്. മൈൻ മേഖലകൾ, മറ്റ് എൻവയോൺമെൻറ്റിലും നാരോ ഗേജിന് പ്രത്യേക ഉപയോഗം തന്നെയുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലും റോക്കി പർവ്വത നിരകളിലും കാനഡ, മെക്സിക്കോ, സ്വിറ്റ്സർലാൻഡ്, ഗ്രീസ്, കോസ്റ്ററിക്ക എന്നിവിടങ്ങളിലെ പസഫിക് കോർഡിലേറയിലും വ്യവസായികേതര നാരോ ഗേജുകൾ ഉപയോഗിക്കുന്നു. ചില രാജ്യങ്ങളിൽ നാരോ ഗേജിന് പ്രത്യേക മാനദണ്ഡമായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട്. ഗവാളിയർ ഷിയാപൂർ ആണ് ലോങ്സ്റ്റ് നാരോ ഗേജ് റെയിൽവേ. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 123 മൈലാണ്. സ്റ്റാൻഡേർഡ് ഗേജ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഗേജ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, 1435 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഇന്നർ ഫേസ് ഡിസ്റ്റൻസ്. ഇത് മുമ്പ് പല പേരിലും സ്റ്റാൻഡേർഡ് ഗേജുകൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജോർജ് സ്റ്റീഫൻസൺ, ഇൻ്റർനാഷണൽ ഗേജ്, UK ഗേജ്, യൂണിഫോം ഗേജ്, നോർമൽ ഗേജ്, യൂറോപ്യൻ ഗേജ് എന്നിവയ്ക്ക് ശേഷം സ്റ്റാൻഡേർഡ് ഗേജിനെ സ്റ്റീഫൻസൺ ഗേജ് എന്നും വിളിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാക്കാണ് സ്റ്റാൻഡേർഡ് ഗേജുകൾ. റഷ്യ, ഫിൻലാൻഡ്, പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലൊഴികെ എല്ലാ ഹൈസ്പീഡ് റെയിൽവേ ലൈനുകളും സ്റ്റാൻഡേർഡ് ഗേജുകളാണ് ഉപയോഗിക്കുന്നത്. റെയിലുകളുടെ ഇന്നർ ഡിസ്റ്റൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ചില പൈതൃക ബ്രിട്ടീഷ് ലൈനുകളിലും ഒഴികെ 1435 മില്ലിമീറ്റർ ആയി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ US കസ്റ്റമറി യൂണിറ്റുകളിൽ ഇപ്പോഴും 4 അടി 8.5 ഇഞ്ച് എന്ന് നിർവചിക്കപ്പെടുന്നു. മെട്രിക് സ്റ്റാൻഡേർഡിനേക്കാൾ കൃത്യമായി 0.1 മില്ലിമീറ്റർ വലുതാണ്. ഇനി ബ്രോഡ് ഗേജുകളാണ് നോക്കുന്നത്. ബ്രോഡ് ഗേജിനെ വൈഡ് ഗേജ് അല്ലെങ്കിൽ ലാർജ് ലൈൻ എന്നും വിളിക്കാറുണ്ട്. ബ്രോഡ് ഗേജ് ലൈനുകൾ ഉയർന്ന വേഗതയിൽ മികച്ച സ്ഥിരത കൈവരിക്കാനുള്ള സാധ്യത നൽകുന്നു. എന്നാൽ ഇതിൽ ടൈറ്റ് കർവുകൾ സാധ്യമല്ല. പാലങ്ങളും തുരങ്കങ്ങളും വലുതും ചിലവേറിയതുമാണ്. സ്റ്റാൻഡേർഡ് ഗേജിനേക്കാൾ വിശാലമായ ട്രാക്ക് ഗേജ് ഉള്ള റെയിൽവേയാണ് ബ്രോഡ് ഗേജ് റെയിൽവേ. തുടക്കത്തിൽ യൂറോപ്പിൽ അവതരിപ്പിച്ച ബ്രോഡ് ഗേജ് യൂറോപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ എന്നിവിടങ്ങളിലെ സ്റ്റാൻഡേർഡ് ഗേജിന് വഴിയൊരുക്കി. ഇന്ത്യൻ ഗേജ് എന്നറിയപ്പെടുന്ന 1676 മില്ലിമീറ്റർ ബ്രോഡ് ഗേജ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അർജൻറ്റീന എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാന ട്രാക്ക് ഗേജ് ആണ് ഇത്. ഇനി ഡ്യുവൽ ഗേജാണ് നോക്കുന്നത്. 2 വ്യത്യസ്ത ട്രാക്ക് ഗേജുകളിൽ ട്രെയിനുകൾക്ക് കടന്നു പോകാൻ അനുവദിക്കുന്ന ട്രാക്കാണ് ഡ്യുവൽ ഗേജ് ട്രാക്ക്. ഇതിനെ മിക്സഡ് ഗേജ് ട്രാക്ക് എന്നും പറയാറുണ്ട്. ഇത്തരം ട്രാക്കുകളിൽ 3 റെയിലുകൾ ഉണ്ടായിരിക്കും. ഇവയിൽ റെയിൽ കോമൺ ആയിരിക്കും.
മറ്റു 2 റെയിലുകളും വ്യത്യസ്ത ഗേജ് ഡിസ്റ്റൻസിലായിരിക്കും സ്ഥാപിക്കുന്നത്. ഉദാഹരണത്തിന്, രണ്ടാമത്തെ റെയിൽ നാരോ ഗേജ് ഡിസ്റ്റൻസിലും മൂന്നാമത്തെ റെയിൽ ബ്രോഡ് ഗേജ് ഡിസ്റ്റൻസിലും സ്ഥാപിച്ചാൽ ഒരേ ട്രാക്കിൽ തന്നെ നാരോ ഗേജ് ട്രെയിനുകൾക്കും ബ്രോഡ് ഗേജ് ട്രെയിനുകൾക്കും ഉപയോഗിക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ ലോഡിംഗ് ഗേജുകളാണ് നോക്കുന്നത്. ലോഡിംഗ് ഗേജ് എന്ന് പറയുമ്പോൾ റെയിൽ ഡിസ്റ്റൻസ് അല്ല നമ്മൾ പറയുന്നത്. കുറേ യാർഡുകളുണ്ടല്ലേ നമുക്ക് ട്രെയിനിന്. മാർഷലിംഗ് യാർഡ്, ഗുഡ്സ് യാർഡ്, സ്റ്റേഷൻ യാർഡ്, അങ്ങനെ കുറേ യാർഡുകൾ നമുക്കുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ലോഡിംഗ് ഗേജ് ഉപയോഗിക്കുന്നത് ഗുഡ്സ് യാർഡുകളിലാണ്. ഇത് റെയിലിന് അടുത്താണ് സ്ഥാപിക്കുന്നത്. ഗുഡ്സ് യാർഡുകളുടെ അവസാനത്തിൽ അതിൽ ഗുഡ്സുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിൻ്റെ അല്ലെങ്കിൽ ആ ബോഗിയുടെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യുന്നതാണ് ലോഡിംഗ് ഗേജുകൾ. കറക്റ്റ് വിഡ്ത്തിലാണോ കറക്റ്റ് ഹൈറ്റിലാണോ എന്ന് പരിശോധിക്കുന്നതാണിത് ലോഡിംഗ് ഗേജ് വരുന്നത്. തുരങ്കങ്ങളിലൂടെയും പാലങ്ങൾക്കിടയിലൂടെയും സുരക്ഷിതമായി കടന്നു പോകുവാൻ സാധിക്കും എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇത്. ബ്രോഡ് ഗേജ് ട്രാക്കിൽ ഗുഡ്സ് വാഗൺ ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 4.72 മീറ്ററും മീറ്റർ ഗേജ് ആണെന്നുണ്ടെങ്കിൽ 3.43 മീറ്ററും ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇനി വീൽ ഗേജ് ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഗേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വീലുകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള അകലമാണ് വീൽ ഗേജ് ഡിസ്റ്റൻസുകൾ. വീലുകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള അകലമാണ് വീൽ ഗേജ് ഡിസ്റ്റൻസ്. ഗേജ് എന്ന് പറഞ്ഞാൽ റെയിലുകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വീൽ ഗേജ്. വീലുകളുടെ ഇന്നർ ഫേസ് തമ്മിലുള്ള അകലമാണ് വീൽ ഗേജ്. ഇനി വീൽ ബേസ് ഡിസ്റ്റൻസ്, വീലിനെ കണക്ട് ചെയ്തുകൊണ്ട് ആക്സിൽ ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ അതായത് അടുത്തടുത്തുള്ള ആക്സിൽ ഡിസ്റ്റൻസിനെയാണ് വീൽ ബേസ് ഡിസ്റ്റൻസ്. ഗേജ് റെയിലുകൾ തമ്മിലുള്ള ഇന്നർ ഡിസ്റ്റൻസ്, വീൽ ഗേജ് ഡിസ്റ്റൻസ് വീലുകൾ തമ്മിലുള്ള ഇന്നർ ഫേസ് ഡിസ്റ്റൻസ്, വീൽ ബേസ് ഡിസ്റ്റൻസ് വീലുകളുടെ ആക്സിലുടെ ഡിസ്റ്റൻസ് തമ്മിലുള്ളതാണത് വീൽ ബേസ് ഡിസ്റ്റൻസ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്, ടൈപ്പ് ഓഫ് റെയിൽ സെക്ഷൻസ്. നമുക്കത് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. നമ്മുടെ ട്രെയിന് സഞ്ചരിക്കുന്നതിന് വേണ്ടി സ്മൂത്തായിട്ടുള്ള ഒരു ലെവലായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സർഫസ് നമുക്ക് ആവശ്യമാണ് അല്ലേ? നമ്മളത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ റെയിലുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് നല്ല സ്മൂത്ത് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലേ? അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽസ് വെച്ചുകൊണ്ടായിരിക്കും, സ്റ്റീൽ ഗ്രിഡ്സ് വെച്ചായിരിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്ലാറ്റ്ഫോമുകൾ, ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ റെയിലുകളൊക്കെ നമ്മൾ വിളിക്കുന്നത്. റെയിൽസ് ആർ സ്റ്റീൽ ഗ്രിഡ്സ് പ്ലേസ്ഡ് എൻഡ് ടു എൻഡ് ടു പ്രൊവൈഡ് എ ലെവൽ ആൻഡ് എ കണ്ടിന്യൂസ് സർഫസ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെവൽ ഉണ്ടാക്കിയെടുക്കുകയും ഒരു കണ്ടിന്യൂസ് സർഫസ് ഉണ്ടാക്കിയെടുക്കുകയും നമ്മൾ ചെയ്യുന്നു. നമുക്കറിയാം ട്രെയിനിന് അധികം സ്ലോപ്പ്ഡ് പോർഷൻസ് പറ്റില്ല, ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ അധികവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദ റെയിൽസ് പ്രൊവൈഡ് ലെവൽ ആൻഡ് കണ്ടിന്യൂസ് സർഫസ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിൻ്റായിട്ട് നമുക്ക് വരുന്നത്. ഇനി ട്രെയിനിന് വേണ്ടിയുള്ള സ്മൂത്ത് പാത്ത് വേ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? ട്രെയിൻ ഫ്ലൈൻസ് സ്മൂത്ത് സർഫസിലൂടെയാണ് റൺ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. ദ റെയിൽസ് പ്രൊവൈഡ് എ സ്മൂത്ത് പാത്ത് വേ ടു ട്രെയിൻ. ട്രെയിൻ വീലിൻ്റെ റണ്ണിങ്ങിന് ഒരു ലാറ്ററൽ ഗൈഡായിട്ട് റെയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ദ റെയിൽസ് സെർവ് ആസ് എ ലാറ്ററൽ ഗൈഡ് ഫോർ ദ റണ്ണിങ് ഓഫ് വീൽസ്. ഇനി നാലാമതായിട്ട് വരുന്നത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ വെർട്ടിക്കൽ ലോഡ് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സസ് അത് ബിയർ ചെയ്യാനും
ആക്സിൽസ് വീലുകൾക്കുണ്ടാകുന്ന സ്ട്രെസ്സസ് വഹിക്കുവാനും റെയിൽസിന് സാധിക്കണം. അതായത് നമ്മൾ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ഉണ്ട് അല്ലേ, നമുക്ക് അപ്പോൾ ഒരു ചെറിയൊരു കരിഞ്ഞ മണൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിനെ വഹിക്കുവാനും നമുക്ക് നമ്മുടെ റെയിലുകൾക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഇതാണ് നമ്മൾ നാലാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ദ റെയിൽസ് ബിയർ ദ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്മിറ്റഡ് ടു ഇറ്റ്സ് ത്രൂ ആക്സിൽസ് ആൻഡ് വീൽസ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വരുന്നത് റെയിലുകൾ സ്ലീപ്പേഴ്സ് മുഖേനയും ബല്ലാസ്റ്റ് മുഖേനയും ഹെവി ലോഡുകൾ ലാർജ് ഏരിയയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാനും റെയിൽസിന് സാധിക്കണം. The rails transmitted the heavy load to the large area of formation through the sleepers and ballast. ഇപ്പോൾ നമുക്കറിയാം ട്രെയിന് മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതിനുണ്ടാകുന്ന ഒരു വെർട്ടിക്കൽ ലോഡുകളുണ്ട് അല്ലേ, ആ ലോഡുകളെല്ലാം റെയിൽസ് ക്യാരി ചെയ്യും. എന്താണ്, റെയിൽസ് എടുക്കുകയും ആ റെയിൽസ് സ്ലീപ്പേഴ്സിലേക്ക് കൈമാറ്റം ചെയ്യും. സ്ലീപ്പേഴ്സ് എന്ത് ചെയ്യും, അത് ബല്ലാസ്റ്റിലേക്ക് കൊടുക്കും. ബല്ലാസ്റ്റ് എന്ത് ചെയ്യും, അത് എൻ്റെ ലാർജ് ഏരിയയിലേക്ക് എന്താവും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടും. നമ്മൾ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കിട്ടും. എന്താണ്, ആ ഒരു ലോഡ് പോകുമ്പോൾ ഉള്ള ഒരു വൈബ്രേറ്റർ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് അവസാനത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് റിക്വയർമെൻറ്റ്സ് ഫോർ റെയിൽ സെക്ഷൻസ് ആണ്. നമ്മൾ റെയിലുകൾ സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാമാണ് അതിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് വരുന്നത് വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രാക്കിന് കുറുകെ നിൽക്കുന്ന ലാറ്ററൽ ഫോഴ്സിന് കാരണം റെയിലുകൾക്ക് കേടുപാടുകൾ വരാത്ത രീതിയിൽ ആയിരിക്കണം റെയിലുകൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെക്ഷനുകൾ നൽകേണ്ടത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദ ഡിസൈൻ ഓഫ് ദ റെയിൽ സെക്ഷൻ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ക്യാൻ സേഫ്ലി വിത്ത്സ്റ്റാൻഡ് ദ ഹെവി ലാറ്ററൽ ഫോഴ്സസ് caused by the fast moving trains. ഇനി രണ്ടാമതായിട്ട് വരുന്നത് റെയിലിന് മുകളിലായി വരുന്ന ലോഡുകൾ. ഇപ്പോൾ നമുക്ക് ലോഡുകൾ പറഞ്ഞല്ലേ, അതായത് വെർട്ടിക്കൽ ലോഡുകൾ. ഇവ ഈ തരത്തിലുള്ള ലോഡുകളെ വഹിക്കുവാൻ റെയിലുകൾക്ക് സാധിക്കണം. It should be so designed that it can safely bear the load coming over it without failure. ഇനി മൂന്നാമതായിട്ട് വരുന്നത് റെയിൽ ഹെഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ ഹെഡിന് തേയ്മാനം സംഭവിക്കും എന്നത് കണക്കിലെടുത്ത് വേണം, അല്ലെങ്കിൽ അതിനാവശ്യമായ മാർജിനുകൾ നമുക്ക് ഹെഡിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. The head of the rail should be properly designed with sufficient margin for the head wear for longer times. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വരുന്നത് ട്രാക്കിൻ്റെ ഫൂട്ടിന് ശരിയായ വീതി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തായിരിക്കും, ട്രെയിന് മറിയുകയോ മറ്റോ ചെയ്യുമ്പോൾ ട്രാക്കും കൂടി അതിന് ഒരുമിച്ച് ചെരിയാൻ സാധ്യതയുണ്ട്. ഇവ അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയായ വീതികൾ ചെയ്യേണ്ടത്. ദ ഫുട്ട് ഓഫ് റെയിൽസ് should have sufficient width, making them stable against overturn. Type of rails. 3 രീതിയിലാണ് ഇതിനെ കാറ്റഗറി ചെയ്തിരിക്കുന്നത്. ഡബിൾ ഹെഡഡ് റെയിൽ, ബുൾ ഹെഡഡ് റെയിൽ, ഫ്ലാറ്റ് ഫുട്ടഡ് റെയിലുകൾ. ഇനി ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. അത് നമുക്ക് ഡബിൾ ഹെഡഡ് റെയിൽ നമുക്ക് നോക്കാം. ഐ സെക്ഷൻ അല്ലെങ്കിൽ ഡംപ് വെൽ സെക്ഷൻ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റെയിലുകൾ വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തെ സൂചിപ്പിക്കുന്നു. പ്രധാനമായും 3 ഭാഗങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു: അപ്പർ ടേബിൾ, വെബ്, ലോവർ ടേബിൾ എന്നിങ്ങനെ. മുകളിലും താഴെയുമുള്ള ടേബിൾസ് സമാനമായിരുന്നു എന്നതുകൊണ്ട് തന്നെ റെയിലിൻ്റെ ആയുസ് ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഇവ അവതരിപ്പിച്ചത്. മുകളിലെ ടേബിൾ തീർന്നു പോകുമ്പോൾ ചെയറിൽ തലകീഴായി റെയിലുകൾ സ്ഥാപിക്കാം എന്നതുകൊണ്ട് തന്നെ ലോവർ ടേബിൾ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ചെയറുമായിട്ടുള്ള ലോവർ ടേബിളിൻ്റെ തുടർച്ചയായ ഇൻട്രാക്ഷൻ കാരണം ലോവർ ടേബിളിൻ്റെ ഉപരിതലം പരുക്കനായി തീരുന്നതിനാൽ ട്രെയിൻ സുഗമമായി പോകുന്നതിന് അസാധ്യമായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റെയിലുകൾ പ്രായോഗികമായി ഉപയോഗത്തിലില്ല. ബുൾ ഹെഡഡ് റെയിൽ.
ഹെഡ് അളവുകൾ ഫൂട്ടിനേക്കാൾ കൂടുതലുള്ള റെയിൽ വിഭാഗത്തെ ബുൾ ഹെഡഡ് റെയിൽ എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള റെയിലുകളിൽ ഹെഡിൽ കൂടുതൽ ലോഹം ചേർത്ത് താഴത്തെ ഭാഗത്തേക്കാൾ അല്പം കട്ടിയുള്ളതും ശക്തമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിയറിനെയും ടേറിനെയും അലോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ റെയിൽവേക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതിന് ചെയർ ആവശ്യമാണ്. ഈ റെയിലുകൾക്കും 3 ഭാഗങ്ങളുണ്ട്: ഹെഡ്, വെബ് ആൻഡ് ഫുട്ട് എന്നിങ്ങനെ. ഉരുക്കുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. ഹെഡിന് ഫൂട്ടിനേക്കാൾ വലുപ്പവുമുണ്ട്. ഒപ്പം റെയിലുകൾ സുരക്ഷിതമാക്കിയിരിക്കുന്ന വുഡൻ കീകൾ ശരിയായി ഉയർത്തിപ്പിടിക്കുന്നതിനാണ് ഫൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ റെയിലുകൾക്ക് ആവശ്യമായ കരുത്തും കാഠിന്യവും നൽകുന്നതിന് മാത്രമാണ് ഫൂട്ട് രൂപകൽപ്പന ചെയ്യുന്നത്. ഈ റെയിലുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ സ്ലീപ്പേഴ്സിനും 2 കാസ്റ്റ് ഇരുമ്പ് ചെയറുകൾ ആവശ്യമാണ്. അവയുടെ ഭാരം 85 LB മുതൽ 95 LB വരെയും അവയുടെ നീളം 60 അടി വരെയും ആയിരിക്കും. ഇനി നമ്മൾ 3ാമത്തെ കാറ്റഗറിയാണ് നോക്കുന്നത്: ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലുകൾ. ഹെഡിനേക്കാളും ഫൂട്ടുകൾ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഇൻവെർട്ടഡ് T ഷേപ്പിലുകൾ. ഇത്തരത്തിലുള്ള റെയിൽ വിഭാഗത്തെയാണ് നമ്മൾ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലുകൾ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ വിഗ്നോൾ റെയിൽ എന്നുകൂടി വിളിക്കാറുണ്ട്. അതായത് 1836 ചാൾസ് വിഗ്നോൾസ് ഇത്തരത്തിലുള്ള റെയിലുകൾ കണ്ടുപിടിച്ചു. എന്നാൽ പിന്നീട് ഹെവി ട്രെയിൻ ലോഡുകൾ റെയിലിൻ്റെ ഫുട്ട് സ്ലീപ്പേഴ്സിലേക്ക് മുങ്ങുകയും താഴ്ന്നു പോവുകയും സ്പൈക്കുകളെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നുവെന്ന് നിരീക്ഷിക്കപ്പെട്ടുവെങ്കിലും അത് പിന്നീട് പരിഹരിക്കുകയും ഇപ്പോൾ 90% റെയിൽവേകൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു.